അപ്പോൾ നമ്മുടെ വെസ്റ്റ് സൈഡിൽ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാൻ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം വെസ്റ്റ് സൈഡ് ഭയങ്കരമായിട്ട് എനിക്ക് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പാർട്ടി വെയറിൻ്റെയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കളക്ഷൻസ് എനിക്ക് തോന്നിയത്. എന്നാലും ഇതിനൊക്കെ അത്യാവശ്യം 2000 റേറ്റ് ഉണ്ട് കേട്ടോ. 1999 ആണ്. പക്ഷെ അപ്പോൾ എനിക്ക് അത്ര ലാഭമൊന്നും തോന്നിയില്ല കേട്ടോ. ഇതൊക്കെ പാർട്ടി വെയറിൻ്റെ കളക്ഷൻസ് ആണ്. 1999 ആണ് ഇതിൻ്റെ റേറ്റ് വന്നത്. പിന്നെ ചിലത് മാത്രം 999 അങ്ങനത്തെ ഉണ്ട് കേട്ടോ. പക്ഷെ അധികം നമുക്ക് എന്താ പറയുക, നമുക്കങ്ങനെ വാരിക്കോരി എടുക്കണം എന്നൊരു തോന്നൽ. അങ്ങനെ നമുക്ക് ഓഫർ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ, ഞാനൊക്കെ മോസ്റ്റ്ലി ഓഫർ വരുമ്പോൾ എടുത്ത് വെക്കും അത്യാവശ്യത്തിന്. കുട്ടികൾക്കായാലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ മുൻകൂട്ടി ഒരു 3 മന്ത്സിന് ശേഷമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓൾറെഡി എടുത്ത് വെക്കും. അപ്പോൾ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. പിന്നെ സാൻഡൽസിൻ്റെ ഒക്കെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഓക്കെ ആയിട്ട് തോന്നുന്ന കുറച്ച് അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സൈസും അവൈലബിലിറ്റി നമുക്ക് നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് പോയി സെലക്ട് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ സൈസിനുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സാൻഡൽസ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. 699 കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 999 ആണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ 699 റുപ്പീസ് ആയിരുന്നു. ഇതൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം ഇവരുടെ പിന്നെ ക്വാളിറ്റി അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയില്ല, കുഴപ്പമില്ല. ഇത് 999 ആയിരുന്നു. അപ്പോൾ 999 അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 999 കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. 699 അത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ടോപ്സൊക്കെ എനിക്ക് ഭയങ്കര കുറവ് പോലെയാണ് ഈ പ്രാവശ്യം തോന്നി കേട്ടോ. പിന്നെ പഴയ കളക്ഷൻസും ഒക്കെ ഉള്ള പോലെ തോന്നി. പിന്നെ ഇങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിനൊക്കെ 999 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ചിലതിന് 699, പിന്നെ 199. എൻ്റെയൊക്കെ വളരെ ചുരുക്കം ചെറിയ ഈ ടാങ്ക് ടോപ്പും അങ്ങനത്തെ മാതിരിയാണ് ഉള്ളത്. അധികം കളക്ഷൻസ് ഇല്ല. പിന്നെ തപ്പി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ച് കിട്ടുന്നുള്ളൂ. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. 699 ആണ്, കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചോദിച്ചു അവരോട്, ഓഫർ ഈ മാസം അവസാനം വരെ ഉണ്ട് ഓഫർ. അപ്പോൾ ഇനി നല്ല കളക്ഷൻസ് വന്നാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും തോന്നി. പിന്നെ വൈറ്റിൻ്റെ ഈ ഒരു ഡ്രസ്സും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിന് 999 ആണ് വരുന്നത്. പിന്നെ ഞാനിപ്പോൾ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ജീൻസ് 499 ആണ്. അപ്പോൾ ഞാനത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. പിന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ വന്നതാണ് കേട്ടോ. ഈ ഇതൊക്കെ 1499 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓഫറാണോ അതോ ഇത് കണ്ടോ 1699, 999 ഓക്കെയാണ്. ബട്ട് നമുക്ക് ആ ഒരു പ്രതീക്ഷിച്ചത്ര ഒരു ഓഫർ ഇല്ല. പിന്നെ കുറേ എണ്ണത്തിന് നമുക്ക് ഓഫറൊന്നും ഇല്ല. ഞാൻ ഇതൊക്കെ നോക്കിയപ്പോൾ ഇതിനൊന്നും ഓഫറേ കാണുന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഓഫറില്ല. കുറച്ച് ഐറ്റംസിനും മാത്രം അങ്ങനെയാണ് ഓഫർ ഉള്ളത് കേട്ടോ. ഇതിനൊക്കെ 699 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് ടോപ്പിന് 499 699. പിന്നെ ഈ പാൻസിനൊക്കെ 499 ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നമുക്ക് അത്രയും അങ്ങോട്ട് വലിയൊരു കളക്ഷൻസ് എനിക്ക് ലാസ്റ്റ് ടൈം അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഞാനിപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആളാണ്. മോസ്റ്റ്ലി ഞാൻ ഓഫർ ടൈമിലാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ കിഡ്സിനൊക്കെ ആയാലും ഞാൻ നന്നായിട്ട് ഷർട്ട്സും അങ്ങനത്തെ ഒക്കെ ടോപ്സൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് വെക്കും. നമുക്ക് ഒരു 6 മന്ത്സിനുള്ളതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട്. ഓഫർ ടൈമിലാണ് ഞാൻ അങ്ങനെ നോക്കാറ്. പക്ഷേ ഈ ടൈം ഞാൻ എനിക്ക് അധികം കിട്ടിയില്ല. ഇനി ഈ വെസ്റ്റ് സൈഡിൽ വേറെ വെസ്റ്റ് സൈഡിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു ടോപ്പൊക്കെ 499 ആണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് അത്രയും അങ്ങോട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാൻസൊക്കെ ഞാൻ നോക്കി. ഞാൻ ജീൻസൊക്കെ മോസ്റ്റ്ലി വെസ്റ്റ് സൈഡിൽ നിന്ന് എടുക്കാറുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് ജീൻസിൻ്റെയും പാൻസിൻ്റെയും അധികം കളക്ഷൻസും തോന്നിയില്ല കേട്ടോ. ഇനി എന്ന് വെച്ചാൽ ഞാൻ ടോട്ടലി എല്ലാവരോടും നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരു ഡിസപ്പോയിൻറ്റിങ് ആണ് വെസ്റ്റ് സൈഡ് ഈ പ്രാവശ്യം. പിന്നെ നമുക്ക് ആ 49 ഒക്കെ ഓഫർ, നമുക്ക് ഈ ആക്സസറീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു പോർഷൻസൊക്കെ ഫുൾ കാലിയായിരുന്നു കേട്ടോ. മൊത്തം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ മൺഡേ വൈകിട്ടാണ് പോയത് കേട്ടോ. ചിലത് ഇത് 499 ഓക്കെ ആയിരുന്നു എനിക്ക് തോന്നി. ഈ ഒരു ഡ്രസ്സ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം എനിക്ക് പിന്നെ വൈറ്റ് ബ്ലാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വൈറ്റിൻ്റെ കുറേ കളക്ഷൻസ് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ വൈറ്റ് ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഇനി ചിലപ്പോൾ കളക്ഷൻസ് അവർ ഡെയിലി മാറി പുതിയത് സ്റ്റോക്ക് ഇടും. അപ്പോൾ നമുക്ക് ഭാഗ്യം പോലെ നമുക്ക് കിട്ടും. പിന്നെ ടോപ്സൊന്നും എനിക്ക് തീരെ അങ്ങോട്ട് ഒരു തോന്നിയില്ല. മെയിനായിട്ട് എനിക്ക് കളക്ഷൻസ് തോന്നിയത് കിഡ്സിൻ്റെ അത്യാവശ്യം ഷർട്ട്സൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കിഡ്സ് ഒരു എല്ലാ സൈസും 9 to 10, അതുപോലെ തന്നെ 7 to 8, 5 to 6 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ഷർട്ട്സ് ഉണ്ടായിരുന്നു. ടീഷർട്ട്സ് കുറവായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഷർട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ട് എന്താ പറയുക, ഈ എന്താ പറയുക, ഈ തണുപ്പത്ത് ഇടാൻ പറ്റിയിട്ടുള്ള അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഷർട്ട്സാണ് ഞാൻ പറഞ്ഞത്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. 499 ആയിരുന്നു കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതിന് ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ട്. അപ്പോൾ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരുടെ സാൻഡൽസിൻ്റെ കളക്ഷനായിരുന്നു. അപ്പോൾ കിഡ്സിൻ്റെ എൻ്റെ കിഡ്സിനുള്ള സൈസിന് കിട്ടി. അപ്പോൾ ഞാനൊരു 4 പെയർ, 2 പെയർ മോൾക്കും 2 പെയർ മോനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എനിക്ക് ഞാൻ അങ്ങനെയാണ് എടുക്കാറ് മോസ്റ്റ്ലി. പാൻസും എനിക്ക് കിഡ്സിൻ്റെ അധികം കളക്ഷൻസ് തോന്നിയില്ല. ട്രൗസേഴ്സും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കിഡ്സിനെ പറ്റിയിട്ടുള്ള ട്രൗസേഴ്സൊക്കെ ഞാൻ നോക്കി, ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലത്തെ കോഡ് സെറ്റ് പോലത്തെ ഉണ്ടായിരുന്നു, എന്നാലും അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കിഡ്സിൻ്റെ പിന്നെ നമുക്ക് ഈ ഒരു ഹോം ഡെക്കർ ഐറ്റംസ് കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ലാസ്റ്റ് ടൈം അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര പോരാ കേട്ടോ. കണ്ടോ, ഈ ഷർട്ട്സൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ, അത് ഞാൻ പറഞ്ഞു, കിഡ്സിൻ്റെ കളക്ഷൻസ് നമുക്ക് നോർമലി ഓക്കെ ആയിട്ട് തോന്നി. ലേഡീസിൻ്റെ കളക്ഷൻസ് എനിക്ക് വളരെ കുറവായിട്ടാണ് തോന്നി. ജെൻസിൻ്റെ പിന്നെ ഞാൻ ആ സൈഡിലേക്കേ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കിഡ്സിൻ്റെയും ലേഡീസിൻ്റെയാണ് ഞാൻ നോക്കിയത്. ഇത് 499 അങ്ങനത്തെ കിഡ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 199 ഉണ്ടായിരുന്നു, 299 ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ചൊക്കെ ഐറ്റംസ്, ടോപ്സും പാൻസും ആ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് 299 ആയിരുന്നു. പിന്നെ കുട്ടികളുടെ എന്താ പറയുക, 0 to 6 months അങ്ങനത്തെ സ്വെറ്റ് ഷർട്ട്സ് അതുപോലത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് എനിക്ക് തോന്നിയിട്ടോ. 499 അങ്ങനത്തെയൊക്കെ കളക്ഷൻസ് അത്യാവശ്യം നല്ല റേറ്റിൻ്റെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചിന് ഉണ്ടെന്ന് തോന്നി. ഈ ഒരു സെഷനാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ക്രോക്സിൻ്റെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വൈറ്റ് എടുത്തു, പിന്നെ ഷൂസും ഈ റെഡും എടുത്തു ഞാൻ മോന് വേണ്ടിയിട്ട്. ഇത് മോൾക്ക് വേണ്ടിയിട്ട് എടുത്തു. പിന്നെ ഷൂസ് ഒരെണ്ണം മോന് വേണ്ടിയിട്ടും മോൾക്ക് വേണ്ടിയിട്ടും ഒരു പെയർ ഷൂസും, 2 പെയർ, ഒരെണ്ണം മോൾക്ക് ഒരെണ്ണം മോനും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 299 അങ്ങനെയാണ് പ്രൈസ് വന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇത് തോന്നി. ഇത് 699 ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു.